എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഷെഫീന ബേബി രേണു സുധിയുടെ പുറകെ തന്നെയാണെന്ന് പറയാം അല്ലേ. രേണു സുധിയെ പറ്റി ഓരോരോ വീഡിയോസും കാര്യങ്ങളും റിയാക്ഷൻസും ഒക്കെ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനുമുള്ള ചുട്ട മറുപടിയായിട്ട് രേണുസുതി വന്നിരിക്കുകയാണ്. കാരണം രേണുസുതിയുടെ ഭർത്താവായിട്ടുള്ള മരിച്ചുപോയ സുധിയെയും അതുപോലെ തന്നെ രേണുസുതിയുടെ അച്ഛനായിട്ടുള്ള വ്യക്തിയെയും ഒക്കെ വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഷഫീന ബീബി വീഡിയോസ് പങ്കുവെക്കുകയുണ്ടായി. അതിനെതിരെയെല്ലാം പ്രതികരിച്ചുകൊണ്ടാണ് രേണുസുതി വന്നിരിക്കുന്നത്. തൻ്റെ അച്ഛനെ പറയാൻ തനിക്ക് ഒരു അവകാശവും ഇല്ല എന്ന രീതിയിലും, അത് സത്യമാണ്, ഒരാളുടെ അച്ഛനെയോ പേഴ്സണെയോ പറയാൻ നമുക്ക് ആർക്കും ഒരു അവകാശവുമില്ല എന്ന രീതിയിലും, അതുപോലെ തന്നെ മരിച്ചുപോയ കൊല്ലം സുധിയെ ആത്മാവിനെ പോലും പറയാനുള്ള യോഗ്യത തനിക്ക് ഷഫീന ബീവി എന്ന വ്യക്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടും ഇനി ഇത് ആവർത്തിച്ചാലും താനൊരു വീഡിയോയുമായി രംഗത്ത് വരത്തില്ല, തനിക്ക് റീച്ച് ഉണ്ടാക്കി തരില്ല എന്ന രീതിയിൽ രേണുസുതി ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഷഫീന ബീവി വീണ്ടും വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോസ് കണ്ടിട്ട് ഈ മറുപടി ഷഫീന ബീവിക്ക് അത്യാവശ്യമായിരുന്നോ അല്ലയോ എന്ന് ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താത്ത നമ്മുടെ പപ്പായ വരെ പറഞ്ഞു, അതെ എന്റെ അപ്പനെ പറയാൻ ഒരു യോഗ്യത നിങ്ങൾക്കില്ല ബീവി. പിന്നെ അടുത്തത്, മരിച്ച് മണ്ണോട് ചേർന്ന് എന്റെ സുധിച്ചേട്ടന്റെ ആത്മാവിനെ പറയാൻ പോലും ഒരു യോഗ്യത. നിങ്ങൾ ഒരു വിധവയല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതല്ലേ? പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഹസ്ബൻഡ് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നാണമുണ്ടോ എന്നെ വിറ്റ് കാശാക്ക സ്ത്രീയെ? നിങ്ങൾ എന്താ ഓർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാം? പിന്നെ ഈ തള്ളക്കെതിരെ കേസ് തള്ളയും തന്നെ വിളിക്കും. ഈ തള്ളച്ചിക്കെതിരെ എന്നെ നികൃഷ്ടജീവി വിളിച്ചത് നിങ്ങളാണ് നികൃഷ്ടജീവി. നിങ്ങൾക്ക് ഇനി ഇതിനുള്ള മറുപടി നിങ്ങൾ കൊണ്ടുവന്നാൽ പോലും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും പിന്നെ ചേട്ടനെയും പറ്റി ഒരുത്തനും അധികാരമില്ല പറയാൻ വേണ്ടി, ഇല്ലേ? എന്തെങ്കിലുമൊക്കെ പറയട്ടേടി. പിന്നെ ഇതിനനുസരിച്ച് ഇനി നിങ്ങൾ റിപ്ലൈ ഇട്ടാലും രേണു സുധി റിയാക്ട് ചെയ്യത്തില്ല. കാരണം മതി, തളച്ചിക്ക് റീച്ച് കൊടുക്കുന്നത് മതി. പിന്നെ കുറെ ദിവസം ഏച്ചിക്കിട്ട് ഉണ്ടാക്കുന്നത്. അതെ അതെ, വേറെ ബ്ലോഗ് കണ്ട് രേണു സുധി ഷെഫീന ബീവിക്കെതിരായി ഇന്ന ഏതാണ്ട് ഒലത്ത് വന്നെന്നെ പറയാ ഓന നേരിട്ട് വാ, ഓളെങ്കിലോള് നേരിട്ട് വാ, എന്നിട്ട് ഒലത്താൻ നിൽക്കുക കേട്ടോ. അവിടെ ഒലത്താൻ ഉണ്ടാകില്ല കേട്ടോ. അവർക്കുള്ള അതേ നാവാണ് എനിക്കും ഉള്ളത്. ഞാനും ഒരു വിടോയാണ്, അവരും ഒരു വിടോയാണ്. മനസ്സിലായോ?